നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സിറ്റി തോറ്റതിന് ശേഷം പെപ് ഗാർഡിയോളയുടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ബ്രസീലിൻ്റെ കോച്ചായി പോകുന്നുണ്ടോ എന്ന്. അതിനന്ന് പെപ്പ് പറഞ്ഞ മറുപടി, ഇപ്പോൾ 4-1 എൻ്റെ ടീം തോറ്റു നിൽക്കുന്ന ഘട്ടത്തിൽ ബ്രസീൽ എന്നെ ഒരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ടാവില്ല എന്ന്. ഞാൻ എന്തായാലും സിറ്റിയിൽ മുമ്പ് എന്നത്തേതിനേക്കാളും കൂടുതൽ ഇപ്പോൾ തുടരാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് പെപ്പ് അന്ന് പറഞ്ഞത്. പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്താണ് അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് അന്ന് പലരും ആശ്ചര്യം പൂണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരം അത് വെറും ഒരു ഉണ്ടയില്ല വെടിയായിരുന്നില്ല. കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ് ബ്രസീലിൻ്റെ കോച്ചായി പോകാനുള്ള പ്ലാനാണോ പെപ് ഗാർഡിയോളക്ക്. ഇപ്പോഴിതാ ആ വാർത്ത ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെപ് ഗാർഡിയോളയെ ഈ വർഷം പലവട്ടം CBF ബന്ധപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. പെപ്പിനെ കോച്ചാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോയാൽ CBF പെപ് ഗാർഡിയോളയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നു. പലവട്ടം ഈ വർഷം അവർ പെപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പെപ്പ് എല്ലായ്പ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു മേജർ ടൂർണമെൻറ്റിൽ ഒരു ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് തനിക്ക് പോകണമെന്ന്. ഈവൻ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് സ്ഥാനം തോമസ് ടുഷേൽ ഏറ്റെടുത്ത ശേഷവും അത്തരത്തിലുള്ള തൻ്റെ ഒരു ഇഷ്ടം താൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പെപ്പ് തുറന്നു പറഞ്ഞതാണ്. ഗാർഡിയോള നേരത്തെ ബാഴ്സലോണയുടെ കോച്ച് സ്ഥാനം മാറി പിന്നെ ബയൺ മ്യൂണിക്കിലേക്കൊക്കെ അദ്ദേഹം പോയില്ല. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു CBF തന്നെ ബന്ധപ്പെടാതിരുന്നതിൽ തനിക്ക് നിരാശയുണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള സോഴ്സുകൾ കൃത്യമായിട്ട് പറയുന്നു പെപ്പ് ബ്രസീലിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന്. ക്രൂഷ്യലി മറ്റൊരു തോട്ട് ഈ ഒരു ഘട്ടത്തിലുള്ളത്, നിലവിൽ എന്തായാലും ഒരു വർഷം കൂടി സിറ്റിയിൽ തന്നെ തുടരാനാണ് പെപ്പ് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം 2030 വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ആ ടീമിനെ പ്രിപ്പയർ ചെയ്ത് 2030 വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകാനാണ് പെപ്പ് ആഗ്രഹിക്കുന്നത് എന്ന് മറ്റൊരു ചിന്താഗതിയുമുണ്ട്. എന്തായാലും പെപ്പിനെ കോച്ചാക്കി മാറ്റാൻ CBF ആഗ്രഹിക്കുന്നു, നിരന്തരം ബന്ധപ്പെടുന്നു എന്നാണ് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. നിലവിൽ എന്തായാലും ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ ആണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പെപ്പ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബ്രസീലിന് ആരാധകർക്ക് വലിയ സന്തോഷം പകർന്ന കാര്യമായിരിക്കും. ഒരു ഘട്ടത്തിൽ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ കോച്ച് ആയേക്കും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. ഒടുവിൽ ആഞ്ചലോട്ടി തന്നെ അതിൽ നിന്ന് പിന്മാറിയുന്ന തരത്തിലാണ് പിന്നെ നമ്മൾ വാർത്ത കേട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഞ്ചലോട്ടിയോട് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നുണ്ട് ബ്രസീലിൻ്റെ കോച്ചാവാനുള്ള ക്ഷണം നിരസിച്ചതിൽ നിരാശയുണ്ടോ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നെ ചിരിപ്പിക്കരുത്, ഞാനിപ്പോൾ അങ്ങനെ ചിരിക്കാനുള്ളൊരു സ്ഥിതിയിലല്ലേ ഉള്ളത്. ഞാൻ റയൽ മാഡ്രിഡിൽ തുടരുന്നതിൽ വലിയ സന്തോഷമുള്ള ആളാണ്, ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബിലാണ് ഞാനുള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ ആഞ്ചലോട്ടി അല്ല പെപ്പ് വരുമോ എന്നുള്ളതാണ് ബ്രസീൽ ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.